ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് 12 അടി നീളം 2 അടി വീതി 2 താഴ്ചയിൽ ഒരു കുഴിയെടുത്തു. ഇത് നമ്മുടെ സ്ഥലത്തിനും പൈസക്കും അനുസരിച്ച് എത്ര വലുതും ചെറുതും ഉണ്ടാക്കാവുന്നതാണ്. അതിൽ 500 GSM-ന്റെ പോൺലൈനിൽ വെച്ച് നല്ല ഭംഗിയുള്ള ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കി അതിനോട് ചേർന്ന് തന്നെ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം ഉണ്ടാക്കി മത്സ്യങ്ങളുടെ ഓക്സിജൻ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ ഫിഷ് ടാങ്കിൻ്റെ അടുത്തായിട്ട് തന്നെ 14 അടി നീളം 4 അടി വീതി 1 അടി താഴ്ചയിൽ 8 ആറിൻ്റെ കല്ലുകൾ വെച്ച് അതിൽ 500 GSM-ന്റെ പോൺലൈനിൽ വെച്ചാണ് ഗ്രോ ബെഡ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഗ്രോ ബെഡിൻ്റെ നടുക്കിലായിട്ട് 1.5 ഇഞ്ചിൻ്റെ ദ്വാരമുണ്ടാക്കി അതിൽ FTMT വെച്ച് ഈ ഫിഷ് ടാങ്കിൽ വെച്ചിട്ടുള്ള സബ്മർസിബിൾ പമ്പുമായിട്ട് കണക്ട് ചെയ്തു. ഈ ഗ്രോ ബെഡിലേക്കുള്ള വെള്ളത്തിന്റെ പോക്കുവരവ് തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടി 3 ഇഞ്ചിന്റെ PVC പൈപ്പ് 15 ഇഞ്ച് നീളത്തിൽ മുറിച്ച് നിറയെ ദൂരങ്ങൾ ഉണ്ടാക്കി ഈ ഗ്രോ ബെഡിന്റെ നടുക്കിൽ വെച്ചു. അതിലേക്ക് FTMTയിൽ നിന്നുള്ള കണക്ഷൻ കൊടുത്തു. ഈ ഗ്രോ ബെഡിന്റെ 2 സൈഡിലേക്കും വെള്ളം ഒരേപോലെ നിറയുന്നതിന് വേണ്ടി 15 ഇഞ്ച് നീളത്തിൽ മുറിച്ച 3 ഇഞ്ചിന്റെ PVC പൈപ്പ് നിറയെ ദൂരം ഉണ്ടാക്കി 2 സൈഡിലും വെച്ച് 1.5 ഇഞ്ച് PVC പൈപ്പ് കണക്ട് ചെയ്തു. ഈ ഗ്രോ ബെഡിൽ 1/2 ഇഞ്ച് കോൺക്രീറ്റ് മെറ്റൽ നിറച്ചു. ഒരു ഡിജിറ്റൽ ടൈമർ സഹായത്തോടെ വെള്ളം കയറുന്നതും ഇറങ്ങുന്നതും നിയന്ത്രിക്കുന്നതിലൂടെ വേരുകൾക്ക് കൃത്യമായ അളവിൽ പോഷകങ്ങളും ഓക്സിജൻ ലഭിക്കുന്നു. ഇത് ചെടിയുടെ വളർച്ചയെ വേഗത്തിലാക്കുന്നു. ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ സിംഗിൾ പൈപ്പ് ഇൻലൈറ്റ് ഔട്ട്ലെറ്റ് രീതിയാണ്. സബ്മർസിബിൾ പമ്പിൽ നിന്ന് വരുന്ന പൈപ്പിലൂടെ തന്നെയാണ് വെള്ളം ഗ്രോ ബെഡിൽ കയറുന്നതും ടൈമർ ഓഫാകുന്ന സമയം തിരികെ ഫിഷ് ടാങ്കിലേക്ക് പോകുന്നതും. ഈ കോൺക്രീറ്റ് മെറ്റലിൽ നിറയെ പച്ചക്കറി തൈകൾ വെച്ചു. വെറും 30 ദിവസത്തിനുള്ളിൽ തന്നെ ആരോഗ്യകരമായ ഇലച്ചെടികൾ ഇവിടെ വിളവെടുക്കാൻ കഴിഞ്ഞു. രാസവളങ്ങളോ കീടനാശിനികളോ ഇല്ലാതെ ശുദ്ധമായ ആഹാരം സ്വന്തം വീട്ടുമുറ്റത്ത് ഉൽപ്പാദിപ്പിക്കാൻ ഈ സിംഗിൾ പൈപ്പ് അക്വാപോണിക്സ് രീതി നിങ്ങളെ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ സ്ഥലത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ആർക്കും ഇത് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ആഗ്രഹമില്ല ഇതുപോലെ നല്ലത് കഴിക്കാൻ? എങ്കിൽ ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ മുറ്റത്തൊരു അക്വാപോണിക്സ്.